ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ട്രേഡ്സ് പ്ലേസ് ചെയ്യാണ്. നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ട്രേഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ യൂറോ യു എസ് ഡി എന്ന് നമ്മൾ നോക്കുന്ന പോലെ യൂറോ യു എസ് ഡി തന്നെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ യൂറോ യു എസ് ഡി എടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 1 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ടൈമിലുള്ള ഹൈ ലോ ആണ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ഒരു പൊസിഷനിൽ ബ്രേക്ക് ഔട്ട് ട്രേഡോ അല്ലെങ്കിൽ റിവേഴ്സൽ ട്രേഡോ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു പൊസിഷൻ വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെൻ ടൂൾ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു പൊസിഷൻ വരെ റൺ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പൊസിഷൻ നിന്നാണ് റിവേഴ്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഒരു ഈവനിങ് സ്റ്റാർ തന്ന് മാർക്കറ്റ് താഴേക്ക് ഫോൾ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോ നമുക്ക് അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബോഡി, അതായത് ക്യാൻഡലിൻ്റെ ബോഡിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് ബ്രേക്ക് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എപ്പോഴും ആ ഒരു സോൺ ലാസ്റ്റ് വിക്കിൻ്റെ ലാസ്റ്റ് പ്രൈസ് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്രൈസിലെത്തുമ്പോഴാണ് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കാണാം, നോർമൽ വരയ്ക്കുക ഈ ഒരു ബോഡിയിലാണ് മാർക്കറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ അതൊരു എന്താ പറയുക, ആ രീതിയിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഫസ്റ്റ് ടൈമിൽ മാർക്കറ്റ് എത്തിയ സമയത്ത് ഈ ബോഡി ടു വിക്ക് ഈ ഒരു റേഞ്ചാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോഡി മാത്രം മാർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വിക്കിനെ ക്യാൻസൽ ചെയ്യും, ഈ ഒരു ബോഡീനെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോയി, സെക്കൻഡ് ടൈം അവിടെ വന്നു, തേർഡ് ടൈമിൽ അതായത് മാർക്കറ്റ് വീണ്ടും ആ സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മാർക്കറ്റ് ഈ പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം വിക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ്, അതായത് വിക്കിൻ്റെ എൻ്റെ ഈ ഒരു ലോ പ്രൈസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു വിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സോണാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സോണിൻ്റെ വലിപ്പം കൂടുന്തോറും അത് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു സോൺ നോർമൽ സോണിലാണ് ഉള്ളതെങ്കിൽ അവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതായത് മാർക്കറ്റിൽ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നത് സോണിൽ വരുമ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഈ ബോഡി മാർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് സോണ് നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി. ജസ്റ്റ് ആ ഒരു ബോഡീനോട് ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ ടോപ്പിൽ ഈ ഒരു ഗ്രീൻ ഈ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്ത സമയത്ത്, അതായത് ഇതായിരുന്നു ആദ്യം ക്രിയേറ്റ് ചെയ്ത ഹൈ, ആ ഹൈനെ പിന്നെ ഒരു ക്യാൻഡിലും ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് സ്ട്രോങ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പൊസിഷനാണ് സ്ട്രോങ്. ഓക്കെ, ഇനി നമുക്ക് അതിനുള്ളിൽ ട്രേഡ് ചെയ്യാം. അതായത് നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ ഈ ഒരു ഹൈ ടച്ച് ചെയ്യും, അതല്ലെങ്കിൽ ഈ ഒരു ലോ ടച്ച് ചെയ്യും. ഈ രണ്ട് പൊസിഷനിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇന്റേണൽ സ്ട്രക്ചർ ഉണ്ട്. അതായത് മാർക്കറ്റ് ഈ ഒരു ഹൈൻ്റെ ഉള്ളിൽ തന്നെ അടുത്തൊരു റിവേഴ്സൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മുകളിൽ, അതായത് ടോപ്പിൽ നമുക്കൊരു റിവേഴ്സൽ ഏരിയ ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു റിവേഴ്സൽ പോയിന്റ് ഉണ്ട്. അപ്പം അതിന് മുന്നേ മാർക്കറ്റ് എന്ത് ചെയ്ത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു റിവേഴ്സൽ തന്നു. അപ്പം നമുക്ക് ഇനി മാർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ 1 മിനിറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ലോയും മാർക്ക് ചെയ്തു, ആ ഒരു ഹൈയും മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടുന്ന് റിവേഴ്സൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ട്രേഡ്സ് പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് നോക്കാം. അതായത് എങ്ങനെയാണ് ട്രേഡ്സ് പ്ലേസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു 2 പൊസിഷൻ കിട്ടി. ഇവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൻ്റെ തൊട്ട് മുകളിൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അടുത്ത ലെവലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ലെവൽസുകൾ എപ്പോഴും മാർക്ക് ചെയ്തിട്ട് നോക്കുക. അതായത് ലെവൽസ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് ഔട്ട് കിട്ടി, അതായത് ബ്ലൈൻഡ് ആയിട്ട് എടുക്കുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ് പറയുന്നത്. നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയെന്ന് കരുതിയിട്ട് ഒരിക്കലും ചാടി കയറിയിട്ട് ട്രേഡ് എടുക്കരുത്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഒരു മൊമെൻറ്റത്തിലാണ് ഈ ഒരു ഹൈ ടച്ച് ചെയ്യുന്നത്. മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളാണ്. അതായത് ഒരു മൊമെൻറ്റത്തിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു സപ്പോർട്ട്, ഒരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് അടുത്തൊരു ക്യാൻഡിൽ ലെവൽസ് പോയി ടച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സ്റ്റോറി, അതായത് നമ്മൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ആ ഒരു പൊസിഷനിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് അടുത്ത ഹൈയിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ ഞാൻ പറഞ്ഞു മൊമെൻറ്റത്തിൽ മാർക്കറ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇതുവരെ ഈ പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം അവിടുന്ന് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് കിട്ടുക. യെസ്, ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കുന്നില്ല. അതിന് കാരണമാണ് ഞാൻ പറയുന്നത്, ഓൾറെഡി ഇവിടെ ടോപ്പിൽ അടുത്തൊരു സ്ട്രോങ് ലെവലുണ്ട്. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് ഫസ്റ്റ് 30 സെക്കൻഡ്സിൽ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആവും, മാർക്കറ്റ് താഴേക്ക് ഫോളോ ചെയ്യുന്നതാണ്.
അപ്പോൾ ഇത്തരം പൊസിഷൻ നമുക്ക് 50-50 ചാൻസ് ആണ്. എന്തുകൊണ്ടാണ് 50-50 ചാൻസ്? മാർക്കറ്റ് ഇവിടെയാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് താഴേക്ക് സെല്ലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പൊസിഷനിൽ നമ്മളൊരു കോൾ ഓപ്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ആ ഏരിയനെ ക്യാൻസൽ ചെയ്യാം. നമുക്ക് മാക്സിമം വിന്നിങ് റേഷ്യോ തോന്നുന്നത്, അതായത് നമുക്ക് മാർക്കറ്റ് കൂടുതൽ ഫേവർ ആവുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ ഞാൻ ട്രേഡ് ക്യാൻസൽ ചെയ്തത്. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഫസ്റ്റത്തെ ബ്രേക്ക് ഔട്ടാണ്. നമ്മൾ സെക്കൻഡ് ബ്രേക്ക് ഔട്ടിലാണ് നോർമലി ട്രേഡ് എടുക്കാറുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഫസ്റ്റ് ഈ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തു, അതായത് ഈ ഒരു പ്രൈസ് ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം മാർക്കറ്റ് ഫസ്റ്റ് ടൈമിൽ ആ ഒരു സോണിൽ, അതായത് ആ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത്, അതായത് മൊമെൻറ്റത്തിലാണ് ബ്രേക്ക് ചെയ്തത്. നല്ലൊരു ബ്രേക്ക് ഔട്ടാണ്. ഇനി നമുക്ക് അടുത്ത ക്യാൻഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ക്യാൻഡിൽ ഈ സോണിലേക്ക് തന്നെയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. കാരണം മാർക്കറ്റ് ഫേക്ക് ബ്രേക്ക് ഔട്ടാണ്. മാർക്കറ്റ് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടാണ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി പോയിന്റ്സുകൾ ആദ്യം നോക്കാം. അപ്പം നമുക്കിനി ഒരു സെൽ ഓർഡറാണ് പ്ലേസ് ചെയ്യാനുള്ളത്. ജസ്റ്റ് $1 ട്രേഡാണ് ഞാൻ എടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ റിയൽ മാർക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട്, അപ്പോൾ $1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു $5 ഡെയിലി ഉണ്ടാക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത്. കാരണം വളരെ ചെറിയ ട്രേഡ്സുകൾ മാത്രം എടുക്കുക. അതായത് ഏറ്റവും ചെറിയ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അതായത് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെവൽ മാർക്ക് ചെയ്തു. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റിന് ഇവിടെ ഒരു കീ ലെവൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ടച്ച് ചെയ്ത മാർക്കറ്റ് സെല്ലാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്തൊരു ലെവൽ ഇവിടെയുണ്ട്, ബയ്യിങ് പൊസിഷൻ ഈ ഒരു ഏരിയയിലും ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പൊസിഷനിൽ എത്തിയാൽ ബയ്യിങ്ങിനും അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ സെല്ലിങ്ങിനാണ് നോക്കുന്നത്. കാരണം സെല്ല് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ഓൾറെഡി ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് സോണിലേക്കാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വേണ്ടത് 5 സെക്കൻഡ്സിലെ കൺഫർമേഷൻ ആണ്. ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി അവിടുന്ന് ഫോളോ ചെയ്തു. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ എടുക്കുന്നതിന് മുന്നേ മാർക്കറ്റ് ഫോളോ ചെയ്തു. കാരണം ആ ക്യാൻഡിൽ താഴേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്, മാർക്കറ്റ് ഈ ഓൾറെഡി ഈ ബൈയിങ് പൊസിഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബയ്യേഴ്സ് ആക്റ്റീവ് ആവുന്നതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ല ഈ വിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെന്താ വെച്ചാൽ മാർക്കറ്റ് ഇതാണ് അടുത്ത ബയ്യേഴ്സ് സോൺ. ഈ ബയ്യേഴ്സ് സോണിലേക്ക് എൻട്രി ആവുന്ന സമയത്ത് തന്നെ ബയ്യേഴ്സ് ആക്റ്റീവ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു പുഷ് ഇവിടെ വരുന്നത്. കാരണം ഇവിടെ ബയ്യേഴ്സ് ആക്റ്റീവ് ആണ്. ഈ ഒരു ക്യാൻഡിൽ എന്തുകൊണ്ടാണ് സെല്ലിംഗ് ട്രേഡ് എടുക്കുന്നത്, മാർക്കറ്റ് ഓൾറെഡി ഫസ്റ്റത്തെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, പക്ഷേ അതൊരു ഈ ഒരു ബൈയിങ് സോണിൽ ടച്ച് ചെയ്ത്, അതായത് നിങ്ങൾക്ക് തന്നെ കാണാം ഈ സോണിൽ എൻ്റർ ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് കയറി പോകുന്നത്. ഓക്കെ, അതായത് ഇവിടെ ബയ്യേഴ്സ് ആക്റ്റീവ് ആണ്. ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ 30 സെക്കൻഡ്സിൽ മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ പോയിട്ട് സപ്പോർട്ട് എടുത്തിട്ട്, അതായത് അവിടെ ആ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ടാണ് താഴേക്ക് വരുന്നതെങ്കിൽ നമുക്ക് എൻട്രി പോയിന്റ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ടൈമിലെല്ലാം മാർക്കറ്റ് താഴേക്ക് ഫോളോ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ട്രേഡ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ താഴേക്ക് വരാനുള്ള കാരണമാണ് പറയുന്നത്, മാർക്കറ്റ് ആദ്യം ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നു. ഫേക്ക് ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്തുകൊണ്ടാണ്, ഈ ഒരു മൊത്തത്തിലുള്ള ബ്രേക്ക് ഔട്ട് അവിടെ ഫെയിലായി. അപ്പോൾ ഇനി മാർക്കറ്റ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിന് എന്തായാലും അടുത്തൊരു ലിക്വിഡിറ്റി, അതായത് അടുത്തൊരു സപ്പോർട്ട് എടുത്തിട്ടേ മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്കറ്റ് എന്തായാലും ആ ഒരു പൊസിഷനിൽ അടുത്തൊരു റിവേഴ്സൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് വേണം മാർക്കറ്റ് ഈ ഒരു ഹൈനെ ഇനി ബ്രേക്ക് ചെയ്യാൻ. ആ ബ്രേക്ക് ഔട്ടാണ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ നമ്മുടെ ലെവലുണ്ട്. ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതും ഫസ്റ്റ് ബ്രേക്ക് ഔട്ടാണ്. ഇവിടെ എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ഓൾറെഡി ഒരു ഹൈ ഉണ്ടായിരുന്നു, ഹൈനെ ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോ ഉണ്ടായിരുന്നു, ആ ലോനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡിൽ തിരിച്ച് ഇതുപോലെ ഈ സോണിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു സോണിൽ, അതായത് ഇങ്ങനെ കയറുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു സോണ് റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. അതായത് സപ്പോർട്ട് ബിക്കം, അതായത് ഈ ഒരു സപ്പോർട്ടായിരുന്ന ഏരിയ റെസിസ്റ്റൻ്റ് ആയി മാറി. അപ്പോൾ നമുക്ക് ഇനി അവിടെ ടച്ച് ചെയ്ത മാർക്കറ്റ് താഴേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുകളിൽ വേണം ക്ലോസ് ചെയ്യാൻ. അതായത് നമ്മുടെ ഈ ഒരു സോണിൻ്റെ മുകളിൽ വേണം ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക, കോൾ ഓപ്ഷൻ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പ്രൈസ് ആക്ഷൻ നോക്കി പറയുന്നത് ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, 10 സെക്കൻഡ്സ് ഉണ്ട്. മാർക്കറ്റ് ഈ സോണിൽ എൻ്റർ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് സോണിൽ എൻ്റർ ചെയ്ത സമയത്ത് സെല്ലിംഗ് പൊസിഷൻ, അതായത് സെല്ലേഴ്സ് ആക്റ്റീവ് ആയതുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് പുഷ് ചെയ്തത്. ഓക്കെ, നമുക്കിപ്പോഴും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഇത്തരം വിക്കുകൾ എപ്പോഴും ഫില്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്.
അത് നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മാർക്കറ്റ് വീണ്ടും സോണിൽ എൻ്റർ ചെയ്തു, വീണ്ടും പുഷ് ചെയ്യാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇവിടെ ഫെയിലായി. സെക്കൻഡ് അറ്റംപ്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ തേർഡ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെല്ലേഴ്സിൻ്റെ കൂടെ പോകാൻ പറ്റും. കാരണം എന്താ, മാർക്കറ്റ് ഓൾറെഡി 2 പ്രാവശ്യം സെയിം ഡയറക്ഷനിൽ ട്രൈ ചെയ്തു. സെല്ലേഴ്സ് ആണ് പുഷ് ചെയ്യുന്നത്, ഇവിടെയും സെല്ലേഴ്സ് ആണ് പുഷ് ചെയ്യുന്നത്. ഈ ഒരു സെല്ലേഴ്സിൻ്റെ ഫൈറ്റിൽ നിന്നും ബയ്യേഴ്സ് ഈ ഒരു പൊസിഷന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂഷൻ ഉണ്ട്. ജസ്റ്റ് എന്താ പറയുക, മാർക്കറ്റിൻ്റെ ആ ഒരു പൊസിഷൻ നോക്കുക. ഓക്കെ, റെഡി. മാർക്കറ്റ് വീണ്ടും പുഷ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. യെസ്, മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ യെസ്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, മാർക്കറ്റ് ഓൾറെഡി സെയിം പൊസിഷനിൽ, അതായത് ഈ ഒരു പൊസിഷനിൽ പോയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേ സ്ഥാനത്ത് മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ ഒരു വിക്ക് ഇട്ടിട്ടാണ് ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. ഇതെന്താണ്, ഓൾറെഡി ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവാണ്. ആ സോണിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്, കോൾ ഓപ്ഷൻ എടുക്കരുത്. അതായത് ഞാൻ പറഞ്ഞ ബ്ലൈൻഡ് ആയിട്ട് പഠിച്ചു വെക്കരുത്. അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്തു, അപ്പോൾ അടുത്ത ക്യാൻഡിൽ, അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത പാട് കോൾ ഓപ്ഷൻ എടുക്കുക. അങ്ങനെയല്ല ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഞാൻ ലെവൽസ് നോക്കുന്നുണ്ട്. കാരണം ഇത് ആക്റ്റീവായി പ്രീവിയസിൽ ഉണ്ടായിരുന്ന സെല്ലേഴ്സിൻ്റെ എൻട്രി ആണ്. അപ്പോൾ ആ സെല്ലേഴ്സ് അവിടെ ഓൾറെഡി ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഇത്രയും നേരം മാർക്കറ്റോടേക്ക് പുഷ് ചെയ്തു, അവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആണ്. അപ്പോൾ നമുക്കിനി വേണ്ടത് എന്താ, ആ ഒരു സെല്ലേഴ്സ് പൊസിഷനെ ബ്രേക്ക് ചെയ്യണം. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് എൻട്രി കിട്ടിയാൽ മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, ഇനി ഈ ഒരു ലെവൽ ഇവിടെ ഉണ്ട്, ആ ലെവലിൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ട്രേഡ്സ് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. കാരണം ഇവിടെയും മാർക്കറ്റ് ഈ ഒരു വിക്ക് ഇട്ടിട്ടാണ് മൂവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, കാരണം മാക്സിമം ബയ്യേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ബയ്യേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ അവരുടെ ടാർഗറ്റ് എന്തായിരിക്കും, ഈ ഒരു ഹൈയിൻ്റെ മുകളിൽ, അതായത് ഈ കാണുന്ന പ്രൈസിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുക, അതായത് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാമെന്നോ, അതായത് ഈ ഒരു ലെവൽ ടച്ച് ചെയ്യാമെന്നായിരിക്കും അവരുടെ ടാർഗറ്റ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എനിക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ലൈനെ ഞാൻ ഈ റെഡിലേക്ക് മാറ്റുന്നത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ പ്രീവിയസിൽ ഉണ്ടാക്കിയ ഹൈ ആണ്. ഈ ഹൈയിനെ ബ്രേക്ക് ചെയ്യണം. അതായത് നമ്മൾ തൊട്ടടുത്ത ക്യാൻഡിൽ ആ ഹൈയിനെ ബ്രേക്ക് ചെയ്താലേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഹൈയിൻ്റെ മുകളിൽ ഇവിടെ ഒരു ഹൈ, അതായത് ഇവിടെ സെല്ലേഴ്സിൻ്റെ പുതിയൊരു എൻട്രി പോയിന്റ് ക്രിയേറ്റ് ആയി. അപ്പം അത് ബ്രേക്ക് ചെയ്താലേ നമുക്ക് റീട്രേസ്മെൻറ്റിൻ്റെ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, മാർക്കറ്റ് പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ പ്രൈസ് സ്ട്രോങ് ആണ്. മാർക്കറ്റ് ആ ഒരു പൊസിഷനിൽ വീണ്ടും ഒരു ഡോജി ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. സ്റ്റക്കാണ് മാർക്കറ്റ് അവിടെ. നമുക്ക് നോക്കാം. 5 സെക്കൻഡ്സിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു സൈഡ് വൈസിലായിരിക്കും മാർക്കറ്റ്, റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി റീടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാം. അതുപോലെ തന്നെ താഴേക്കാണ്, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കാരണം ഈ ഒരു റേഞ്ച്, അതായത് ആ റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് അടുത്തൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പൊസിഷന് നോക്കുക, മാർക്കറ്റ് ഏത് ലെവലിലേക്കാണ് ബ്രേക്ക് ആവുന്നത്. ഓക്കെ, കാരണം ബയ്യേഴ്സ് സെല്ലേഴ്സ് ഈക്വലി സ്ട്രോങ് ആണ്. സെല്ലേഴ്സ് ഇവിടുന്ന് പുഷ് ചെയ്യുന്നുണ്ട്, ബയ്യേഴ്സ് ഇവിടുന്ന് പുഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 1-2 ട്രേഡ് എടുക്കുന്ന ട്രേഡ് മാക്സിമം ഇതുപോലെ യെസ്, മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് വേണ്ടത് ഒരു റീടെസ്റ്റ് ഇവിടെയാണ്. അത് ഫസ്റ്റത്തെ 30 സെക്കൻഡ്സിൽ വരുന്നുണ്ടോ നോക്കാം. ഇല്ല, ആ ഒരു ഫസ്റ്റത്തെ 30 സെക്കൻഡ്സിൽ ഇവിടെ റീടെസ്റ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രേഡിനെ ക്യാൻസൽ ചെയ്യാം. കാരണം ആ റീടെസ്റ്റ് തന്നെ മാർക്കറ്റ് യെസ്, അവിടെ റീടെസ്റ്റ് എടുത്തിട്ട് യെസ്, ഞാൻ അവിടുന്ന് ഒരു 1 മിനിറ്റിൻ്റെ കോൾ ഓപ്ഷൻ എടുത്തു. അതായത് ഫസ്റ്റത്തെ 30 സെക്കൻഡ്സിലാണ് മാർക്കറ്റ് ഈ പൊസിഷനിൽ റീടെസ്റ്റ് എടുത്തത്. യെസ്, കാരണം അതിനു വേണ്ടി നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് വേണം അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്തത്, ചാടി കയറി ഇവിടെ പോയിട്ട് എൻട്രി എടുക്കരുത്. കാരണം നമ്മുടെ ലെവൽ ഇവിടെ ഉണ്ട്. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ലെവലിലെടുത്താണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നത്. അതാണ് പ്രീവിയസിൽ ഉണ്ടായിരുന്ന ലെവൽ. അപ്പോൾ അതിൽ സപ്പോർട്ട് എടുത്ത് നമ്മൾ എൻട്രി ഒരു പൊസിഷനിലാണെങ്കിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ കറക്റ്റ് എൻട്രി പോയിന്റിലാണ് മാർക്കറ്റ്. യെസ്, ഇവിടെ കറക്റ്റ് എൻട്രി പോയിന്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം മാർക്കറ്റിൽ ഐക്യ ഓപ്ഷനിൽ എങ്ങനെയാണെന്ന്. യെസ്, നമ്മൾ ആ ട്രേഡ് വിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി ആയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ എൻട്രി എടുത്തത്,
മാർക്കറ്റ് ഇൻ കേസ് റിവേഴ്സ് ആവുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുകളിലാണ് ഹൈ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ഈ ഒരു ലെവലിൽ പോയിട്ട് എൻട്രി എടുത്തിട്ടുള്ളത്. ഇതാണ് എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് അതായത് മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യണ്ട, മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് എടുത്തു. ഈ റീടെസ്റ്റ് എടുത്തിട്ട് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈയിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ട്രേഡ് കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതായത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാം. അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതായത് ഈ റെഡ് ക്യാൻഡലിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും അടുത്തത് കോൾ ഓപ്ഷൻ എടുക്കരുത്. മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ബയ്യേഴ്സ് ആ ഒരു സ്ട്രോങ് അല്ല ആ ഒരു ഏരിയയിൽ, ഇങ്ങനെ കാണാൻ ഫെയിൽ ആവുന്നത്. അപ്പോൾ മാർക്കറ്റിൽ വീണ്ടും ബയ്യേഴ്സ് ഫെയിൽ ആയിട്ടുണ്ട്. ഇതായിരുന്നു ബൈയിങ് പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലെവൽ. ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ല. യെസ്, അപ്പോൾ അടുത്തൊരു ട്രൈ നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഉള്ള അടുത്ത ടാർഗറ്റ് കോൾ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കാരണം പിന്നെ നമുക്ക് ലെവൽസ് ഉള്ളത് ഈ ഒരു പൊസിഷനിലാണ്. അതുപോലെ ഈ മാർക്കറ്റ് തിരിച്ച് സോണിലേക്കാണോ വരുന്നത് നോക്കാം. മാക്സിമം ലെവൽസ്. ഓക്കെ, ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാൻ കാരണം എന്താ, ഇവിടെയായിരുന്നു പ്രീവിയസ്ലിപ്പോൾ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ്, അതായത് സെല്ലേഴ്സ് എൻട്രി ആയത്, അതുകൊണ്ടാണ് ആ ലെവലിൽ സെല്ലേഴ്സ് പോയിന്റ് ഇട്ടത്. യെസ്, ഇനി നമുക്ക് ഇതുവരെ ഏരിയ ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു. യെസ്, നമുക്ക് വേണ്ട എന്താ, ഫസ്റ്റത്തെ 30 സെക്കൻഡ്സിൽ ഒരു റിവേഴ്സ് കിട്ടണം. സപ്പോർട്ട് കിട്ടിയാൽ നമ്മൾ ക്യാൻഡിൽ ട്രേഡ് ചെയ്യും. സപ്പോർട്ട് കിട്ടിയിട്ടില്ല, കാരണം മാർക്കറ്റ് ഫസ്റ്റ് 30 സെക്കൻഡ്സിൽ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് പ്രൈസ് ഉള്ളത്. നമുക്ക് നോക്കാം. സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈ, അതായത് നമ്മുടെ മാർജിനൽ സേഫ്റ്റി എൻട്രി ആണ്. ആ പൊസിഷനിൽ വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ ആ ഒരു ട്രേഡ് ക്യാൻസൽ ചെയ്ത്, കാരണം നമുക്ക് അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി കിട്ടിയിട്ടില്ല. കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ, പക്ഷെ നമുക്ക് പ്രോപ്പർ എൻട്രി കിട്ടാത്തതുകൊണ്ടാണ് ബൈയിങ് ഞാൻ എടുക്കാത്തത്. ഓക്കെ, യെസ്, എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരുന്നെങ്കിൽ മാർക്കറ്റ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഏരിയ ഉണ്ട്, അതായത് മാർക്കറ്റ് റൺ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ ഇവിടെ തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇൻ കേസ് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, ആ ഒരു പൊസിഷൻ സെല്ലേഴ്സിൻ്റെ ഏരിയ ആണിത്. അപ്പോൾ ആദ്യം ഇവിടെയാണ് സപ്പോർട്ട് എടുക്കുക, താഴെ ഈ സപ്പോർട്ട് ഏരിയ നിന്നാണ് കയറുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ ട്രേഡ് എടുക്കുന്നത്. യെസ്, കണ്ടില്ലേ, അപ്പോൾ നമുക്ക് അവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് റിസ്കി ട്രേഡാണ്. അത്തരം ട്രേഡുകൾ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലെവൽ ഏതാണ്, ഇതാണ് പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ഹൈ. ഹൈ ഏതാണ്, ഇതാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്. അതിനുള്ളിലാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. ഈ ഗ്രീൻ ക്യാൻഡിൽ ഇതിൻ്റെ ഉള്ളിലാണ് ക്ലോസ് ചെയ്തത്. നമ്മൾ അടുത്ത ഓപ്ഷൻ എന്താ, സെല് ചെയ്യാം. എന്തുകൊണ്ടാണ്, മാർക്കറ്റ് ഈ ലെവല് സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. യെസ്, പെർഫെക്റ്റ്. ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഈ ഒരു ലെവലിന് ചെയ്യുന്നു, അതായത് ഈ പ്രീവിയസ് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റീടെസ്റ്റ് എടുത്ത് താഴേക്ക് പോകണം. അതല്ലെങ്കിൽ ഇതിന് മുകളിൽ ഈ ഒരു ഹൈ ടച്ച് ചെയ്യാനായിരിക്കും മാർക്കറ്റ് ട്രൈ ചെയ്യുക. അതാണ് മാർക്കറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന് മുകളിലാണോ ക്ലോസ് ചെയ്യുന്നത് നോക്കുക. 4 3 2 1. യെസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു എൻട്രി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ സോണ് ടാപ്പ് ചെയ്യണം. യെസ്, അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം ട്രേഡ് എടുക്കുക. കാരണം മുകളിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് റിവേഴ്സൽ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടണം. 5 സെക്കൻഡ്സിൽ എൻഗൾഫിംഗ് പാറ്റേൺ കിട്ടിയാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, താഴേക്ക് സെല് ചെയ്യുക. ഓക്കെ, ഇല്ല, നമുക്ക് അവിടെ ഒരു റിവേഴ്സൽ പാറ്റേൺ കിട്ടിയിട്ടില്ല. റിവേഴ്സൽ പാറ്റേൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴേക്ക് സെല് ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് അതിൻ്റെ പീക്ക് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെല്ലേഴ്സ് ഓൾറെഡി ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഏതെങ്കിലും 5 സെക്കൻഡ്സിൽ. ഓക്കെ, നിങ്ങൾക്ക് കാണാം 5 സെക്കൻഡ്സിൽ ആ ഒരു റിവേഴ്സൽ തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് റിവേഴ്സൽ പ്രോപ്പറായി ഇല്ല, നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല, ഇൻഡിസിഷൻ ആണ്. ഓക്കെ, യെസ്, ഇതിൻ്റെ കീ ലെവൽ പറയുന്ന ഈ ഒരു പൊസിഷൻ, ഈ ഒരു പ്രൈസിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. നമുക്ക് നോക്കാം എൻട്രി കിട്ടും. ഓക്കെ, കാരണം മെയിൻ പ്രൈസ് റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ് ഇവിടുന്ന് താഴേക്ക് മാർക്കറ്റ് വീഴുന്നത്, അതായത്
സെല്ലാവാൻ കാരണം എന്താ, മാർക്കറ്റിൽ ഓൾറെഡി ഞാൻ ഇത് മുന്നേ പറഞ്ഞു ഇതായിരുന്നു പ്രീവിയസ്ലി ഹൈ. അതായത് ആ പൊസിഷനിൽ മാർക്കറ്റ് എത്തിയ സെല്ലേഴ്സ് ആക്റ്റീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടുന്ന് സെല്ലേഴ്സ് ആക്ട് ചെയ്തത്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആ ട്രേഡിനെ ക്യാൻസൽ ചെയ്തത്. ഓക്കെ, പിന്നെ ഈ ഒരു ട്രേഡിന് ശേഷം നമുക്ക് അടുത്തൊരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ നോക്കാം. അതായത് ഇവിടെ അടുത്തൊരു ലെവലുണ്ട്. ഓക്കെ, യെസ്, എൻഗൾഫിംഗ് പാറ്റേൺ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രേഡിന് സാധ്യതയുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ളൊരു എൻഗൾഫിംഗ് ആണെങ്കിൽ. അതല്ല, ഈക്വലി ഈ പ്രൈസിൽ തന്നെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്, അതായത് ഈ ബൈയിങ് ക്യാൻഡിൽ സെയിം ഇതിൽ തന്നെയാണ് സെല്ലിങ് ക്യാൻഡിലും ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് തന്നെ പോകുന്നതാണ്. ഓക്കെ, യെസ്, നമ്മുടെ എൻട്രി പോയിന്റ് എവിടെ ആയിരിക്കണം? ഞാൻ പറഞ്ഞു നിങ്ങളോട് ഓൾറെഡി നമ്മുടെ ആ ലെവല്. ഓക്കെ ഓക്കെ ഓക്കെ, സോണിൽ എൻട്രി ഇട്ടുക, റിവേഴ്സൽ പാറ്റേൺ. യെസ്, നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുന്ന് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ കാരണം മാർക്കറ്റ് റീടെസ്റ്റ് എടുത്ത് താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ പൊസിഷനിൽ നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്തത്. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, കാരണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവേഴ്സൽ ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പൊസിഷനിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം നമുക്ക് ആ ട്രേഡ് വിൻ ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് ആ പൊസിഷനിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്തത്? ഇതായിരുന്നു ലാസ്റ്റ് ക്യാൻഡിൽ. ഈ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നത്. തിരിച്ച് മാർക്കറ്റ് ആ സോണിൽ എത്തിയാൽ റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ലെവലിൽ നിന്ന് സെൽ ഓർഡർ പ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ആ ട്രേഡും വിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മളിൽ ഒരു പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കാരണം 5 സെക്കൻഡ്സിൽ എന്താണ് നമ്മൾ 1 മിനിറ്റിൽ നോക്കുന്ന പോലെ ഇതാണ് ലെവൽ. ഈ ഒരു ക്യാൻഡലിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ്, അതായത് ഈ ഒരു ക്യാൻഡിലാണ് ബ്രേക്ക് ഔട്ട് കിട്ടിയത്, ഒരു മാസ്റ്റർ ക്യാൻഡിൽ. അതിനുശേഷം ഇവിടെ ഒരു ഇൻഡിസിഷൻ വന്നു, മാർക്കറ്റ് പുഷ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച്, അതായത് ഈ ഒരു സോണ് വാലിഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം അവിടെ എത്തുന്നതുകൊണ്ട് ഞാനൊരു റിവേഴ്സൽ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ്, പക്ഷെ നമ്മുടെ എൻട്രി പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷനിലായിരുന്നു. ഓക്കെ, അതിനാണ് എൻട്രി നോക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മാർക്കറ്റ് ഈ ഒരു സെയിം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. ഈ ഹൈയിലേക്ക് തന്നെയാണ് മാർക്കറ്റ് തിരിച്ചു പോകുന്നത്. മാർക്കറ്റ് തിരിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കോൾ ഓപ്ഷനുള്ള സാധ്യത ഉള്ളൂ, മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉള്ളൂ. അതല്ല, മാർക്കറ്റ് ഈ സോണിൽ എൻ്റർ ചെയ്ത് വീണ്ടും ഒരു റിവേഴ്സൽ ക്യാൻഡിലാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. കാരണം എന്താ, അത് നമ്മുടെ സെക്കൻഡ് റിവേഴ്സലാണ്. അതായത് ഫസ്റ്റ് ടൈം മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു, വീണ്ടും തിരിച്ച് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ല, മാർക്കറ്റ് ഈ പ്രൈസിന് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. യെസ്, ഫസ്റ്റ് ടൈം മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്തു. അതിനർത്ഥം മാർക്കറ്റ് അപ് ട്രെൻഡിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, യെസ്, ഈ ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് റീട്രേസ്മെന്റിനുള്ള സാധ്യത കൂടുതലാണ്, പക്ഷെ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം റീട്രേസ്മെന്റ് എടുക്കാം. എന്തുകൊണ്ടാണ് റീട്രേസ്മെന്റ് വെച്ചാൽ മാർക്കറ്റ് ഫസ്റ്റ് ടൈം ടച്ച് ചെയ്ത സമയത്ത്, അതായത് ഈ റെഡ് ലൈൻ സ്ട്രോങ് ആണ്, ഫസ്റ്റ് ടൈം ടച്ച് ചെയ്ത സമയത്ത് ഒരു റീട്രേസ്മെന്റ് തന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ആ ഹൈ നമ്മുടെ ലെവലിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിൽ, അതായത് ഒരുപാട് പ്രൈസ് റേഞ്ചിൽ വ്യത്യാസത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓക്കെ മാർക്കറ്റ് റേഞ്ചിലേക്ക് മാറി. യെസ്, പെർഫെക്റ്റ് ആയിരുന്നു എൻട്രി, പക്ഷേ മിസ്സായിരുന്നു. ആ ഒരു സോണിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധ്യത കൂടുതലാണ്. നോക്കാം, കാരണം എപ്പോഴും നമ്മൾ മാക്സിമം എൻട്രി പോയിന്റ് കറക്റ്റ് ആക്കാൻ നോക്കുക. യെസ് യെസ്, ടാപ്പ് ചെയ്ത് ഓക്കെ, മാർക്കറ്റ് ആ ഒരു സോണിൽ എൻട്രി ചെയ്തുകൊണ്ടാണ് നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം, കാരണം അവിടുന്ന് ഒരു റീട്രേസ്മെന്റ് ആണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു സോണിനാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് അതായത് സെല്ലിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്തത്. യെസ്, പെർഫെക്റ്റ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ 5 സെക്കൻഡ്സിൽ എങ്ങനെയാണ് ട്രേഡ് എടുത്തത്? ഇവിടെ എന്താ കാണുന്നത്, ഈ ഒരു ക്യാൻഡലിന്റെ ഉള്ളിൽ മാർക്കറ്റ് എന്ത് ചെയ്ത് കൺസോൾഡേറ്റ് ചെയ്തത്, മാർക്കറ്റ് മദർ ക്യാൻഡലിന്റെ ഉള്ളിൽ കൺസോൾഡേറ്റ് ചെയ്ത് ഈ ലെവലിൽ ഏതെങ്കിലും ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞ് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതായിരുന്നു ക്യാൻഡിൽ, അതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത്.
അതായത് ആ ഒരു പൊസിഷൻ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? തിരിച്ച് ഞാൻ എന്തിനാ വെയിറ്റ് ചെയ്തത്? മാർക്കറ്റ് ആ കൺസോളിഡേറ്റ് ബ്രേക്ക് ചെയ്ത പൊസിഷനിൽ തിരിച്ച് അതിലേക്ക് വീണ്ടും എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അതായത് മാർക്കറ്റ് തിരിച്ച് ഈ സോണിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ലൈനിൽ എൻട്രി എടുക്കാണ്ട് കുറച്ചുകൂടി കയറിയിട്ട്, അതായത് നമുക്കൊരു പ്രോപ്പർ നെക്ക് ലൈൻ നോക്കിയിട്ട് എൻട്രി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ട്രേഡ് ഇതാ ഈ ഒരു പൊസിഷനിൽ നമ്മൾ പിന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാം ഒരു 1 മിനിറ്റിൽ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കാണാം റിവേഴ്സൽ ക്യാൻഡിലാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ അവിടെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മാർക്കറ്റ് ഓൾറെഡി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു റീട്രേസ്മെന്റ്, അതായത് നമുക്ക് പറയില്ലേ നമ്മുടെ ലെവൽസ് ഒന്നും ഒരുപാട് ഡിസ്റ്റൻസിലാണ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ റീട്രേസ്മെന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേ സ്ഥാനത്ത് മാർക്കറ്റ് ഈ ഒരു ലെവലിലാണ് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്ത പാടെ തന്നെ മാർക്കറ്റ് അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം ഈ ഒരു ക്രിയേറ്റ് ചെയ്ത ഹൈയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടാണ് യെസ്. അപ്പം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ ലിക്വിഡിറ്റി ഗ്രാബ്, അതായത് ക്യാൻഡലിന്റെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഡബിൾ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ആ ട്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സാധ്യതയാണ് അവിടെ കൂടുതൽ. ജസ്റ്റ് നമുക്കൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി പോയിന്റിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ആ ട്രേഡ് മിസ്സായി. ഇവിടുന്ന് കൂടുതൽ ചാൻസ്, അതായത് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാവാനുള്ള സാധ്യത യെസ്, ആ ഒരു ട്രേഡ് അവിടെ മിസ്സായി. റെഡ് ക്യാൻഡിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അതായത് ഇതൊരു പ്രൈസ് റേഞ്ച് ആണ്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ ഓൾറെഡി ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ, അതായത് ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നത്, അതായത് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് മാർക്കറ്റ് സ്റ്റക്ക് ആയത്. പക്ഷെ നമുക്ക് കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പൊസിഷൻ ഒഴിവാക്കിയത്. ഇനി നമുക്ക് നോക്കേണ്ടത് യെസ്, നിങ്ങൾ ഇനി ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്യാൻഡിൽ താവാൻ വേണ്ടി കാത്തുനിന്നാൽ മതി. ജസ്റ്റ് ക്യാൻഡിൽ ഒന്ന് താവുക, ഒരു ഒറ്റ റെഡ് ക്യാൻഡിൽ യെസ്. ഇപ്പം എന്തായാലും നമ്മുടെ അടുത്ത ട്രേഡ് കോൾ ഓപ്ഷൻ എടുത്തു. ഈ കോൾ ഓപ്ഷൻ നമുക്ക് ഷുവർ ഷോട്ട് ആണ്, അതായത് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ ഒരു ക്യാൻഡിൽ, അതായത് എൻ്റെ എൻട്രീൻ്റെ മുകളിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ആ ട്രേഡ്, അതായത് ഞാൻ ഇപ്പോൾ എടുത്തതിൽ ഏറ്റവും കൺഫർമേഷൻ ട്രേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എടുത്ത ഈ ഒരു ട്രേഡ് ആയിരിക്കും. കാരണം ഞാൻ ആ ട്രേഡിനെ കുറിച്ചിട്ട് ട്രേഡിംഗ് വ്യൂവിൽ നോക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രൈസ് ഇല്ലേ, ഈ പ്രൈസിൻ്റെ മുകളിലായിരിക്കും ഈ ക്യാൻഡിൽ, അതായത് ഈ ഒരു മാർക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം അതിൻ്റെ കൺഫർമേഷൻ എന്താണെന്ന് നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇനി 50 സെക്കൻഡ്സ് ഉണ്ട്. ഓക്കെ, 50 സെക്കൻഡ്സ്, 9 സെക്കൻഡ്സ്, 5 സെക്കൻഡ്സ്, 4, 3, 2, 1 യെസ്, നമ്മൾ ആ ട്രേഡ് വിൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആ ട്രേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഷുവർ ഷോട്ട് ആണ്. ഞാൻ എടുത്ത ലൈനിൻ്റെ മുകളിലായിരിക്കും ആ മാർക്കറ്റ് ക്ലോസ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതെന്താണെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഞാൻ ഇത്രയും എടുത്തതിൽ എൻ്റെ ഏറ്റവും കൺഫർമേഷൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രേഡാണ്. അതായത് മാർക്കറ്റ് ഓൾറെഡി ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ നിന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഹൈയിൽ മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റ് എടുത്തിട്ട് എന്താ ചെയ്തത്, മാർക്കറ്റ് ഓപ്പൺ മർബൂസ്, അതായത് ഡൗൺ സൈഡിൽ ക്യാൻഡലിന് വിൽക്കില്ല, മാർക്കറ്റ് സ്ട്രെയിറ്റ് പോയിട്ടാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഇത്തരം ബ്രേക്ക് ഔട്ടുകൾ അടുത്ത ക്യാൻഡിൽ കണ്ടിന്യൂ, അതായത് ആ പ്രൈസ് അടുത്ത പ്രൈസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് കൺഫർമേഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ആവും. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്ത് വെച്ചാൽ ജസ്റ്റ് ഒരു പുൾ ബാക്ക്, ആ പുൾ ബാക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ എൻട്രി പോയിന്റ്, അതായത് ആ ഒരു പൊസിഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു റിവേഴ്സൽ ക്യാൻഡിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ആ റിവേഴ്സൽ ക്യാൻഡിലാണ് ഞാൻ പോയിട്ട് എൻട്രി എടുത്തത്. അതുപോലെ തന്നെ ആ ക്യാൻഡിൽ നിങ്ങൾക്ക് മൂവ് ചെയ്ത് കാണാം, ഈ ഒരു ഹൈ വരെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ബ്രേക്ക് ഔട്ടുകൾ, ഈ ബ്രേക്ക് ഔട്ടുകൾ അതായത് സെക്കൻഡ് ബ്രേക്ക് ഔട്ട് എന്ന് പറയും, ഈ ബ്രേക്ക് ഔട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് ഇവിടുത്തെ ഒരു സ്റ്റോറി നോക്കിയാൽ മാർക്കറ്റ് ആദ്യം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, റീട്രേസ്മെന്റ് തന്നു, ഈ ഹൈനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു റീട്രേസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ഹൈനെ ബ്രേക്ക് ചെയ്തു. അതായത് ടോട്ടലുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അടുത്തൊരു ക്യാൻഡിൽ മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷം മാർക്കറ്റ് ഇപ്പം എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും റീട്രേസ്മെന്റ് ചെയ്തു, മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്തു. ഇനി മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. കാരണം വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു ഹൈ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു റിവേഴ്സലാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയാണ്
ഏറ്റവും കൂടുതൽ. പക്ഷെ നമ്മൾ ഓൾറെഡി 4 ട്രേഡ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാവുന്ന, അതായത് മാക്സിമം ക്വാളിറ്റി ട്രേഡുകൾ എടുക്കുക, എണ്ണം കൂട്ടാതെ, ക്വാണ്ടിറ്റി കൂട്ടാതെ ക്വാളിറ്റി കൂട്ടാൻ നോക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ 4 ട്രേഡും വിന്നായി. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ട്രേഡ് നിർത്തുന്നതാണ്. അപ്പോൾ നിങ്ങളും മാക്സിമം, നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇനി അറിയാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടുള്ള മണി മാനേജ്മെന്റ് എപ്പോഴും സെറ്റ് ചെയ്യുക. നമുക്ക് 5 ട്രേഡാണ് ഒരു ദിവസം വിന്ന് കിട്ടണമെങ്കിൽ 5 ട്രേഡ് എടുത്തിട്ട് അത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഒഴിവാകും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ, നമുക്കൊരു ഗ്രീഡിനെസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മൊത്തം ക്യാപിറ്റലിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റും അത് ആ ഏത് ബ്രോക്കറാണോ അതിലേക്ക് തന്നെ പോകുന്നതാണ്. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കും. അതായത് ഓൾമോസ്റ്റ് ഒരു 3-4 കൊല്ലം ട്രേഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കുക, പ്രോഫിറ്റ് ലാസ്റ്റ് ലോസിൽ കൊണ്ടുപോയിട്ട് കളയുന്നതാണ്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമുക്കൊരു ദിവസം കൊണ്ട് അതൊന്നും സക്സസ് ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം, കിട്ടുന്ന ഒരു പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക, നാളെയും വന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ മാർക്കറ്റ് അനലൈസ് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെമോയിൽ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഡെമോയിൽ എന്ത് ചെയ്യുക, പ്രൈസ് റേഞ്ചുകൾ എങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത്, എപ്പോഴും ബ്രേക്ക് ഔട്ടുകൾ എങ്ങനെയാണ് നടക്കുന്നത് നോക്കുക. വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യരുത്. എങ്ങനെയാണ് പ്രൈസ് അടുത്ത പ്രൈസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ പ്രൈസിന്റെ മുകളിൽ അടുത്ത പ്രൈസ് പോകാനുള്ള സ്പേസ് ഉണ്ടോ, അങ്ങനെ നോക്കി നോക്കി ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആണ്. അതായത് ഒന്നും കാണാതെ പഠിച്ചു വെക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം ട്രൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.